എല്ലാവരും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടമാണ്. എല്ലാവരും വരിക, കാണുക. അത്രയും നല്ല പടമാണ്. അത്ര നല്ല എനിക്ക് മനസ്സിൽ ഉൾക്കൊള്ളി പോകും. അത്രയും ഇത് ഷോ കാണിക്കല്ല, ഒറിജിനാലിറ്റി വന്ന കണ്ണീരാണ്. കണ്ണ് നിറഞ്ഞ് കരഞ്ഞില്ലെന്നേ ഉള്ളു. കരയാൻ യങ്സ്റ്റേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിട്ട് ഇത് വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻസിഡൻസും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷ കൂടുതലുണ്ട്. കൽബാണ്. പാട്ടും ഇഷ്ടപ്പെട്ട്, അതിനകത്ത് കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ട്, എല്ലാം കൊണ്ടും നല്ല പടമായിരുന്നു. കാണാൻ പറ്റിയൊരു പടം തന്നെയാണ്. കുടുംബപരമായിട്ടിരുന്ന് കാണാൻ പറ്റിയത് നല്ലൊരു മാനസന്തരത്തിൽ കാണാൻ പറ്റിയൊരു പടം തന്നെ. പക്ഷേ നല്ലൊരു സ്റ്റോറി തന്നെയാണ് അതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. നല്ലൊരു പടം തന്നെ. ഒരു രക്ഷയില്ല. ഒരുപാട് മനസ്സിലിരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റോറി, നല്ല അടിപൊളി സ്റ്റോറിയാണ്. എല്ലാവരും കാണണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നല്ലൊരു സ്റ്റോറി, ബോറിംഗ് ഒന്നുമില്ല. കണ്ടുകൊണ്ടേ ഇരിക്കുക. ത്രൂ ഔട്ടായിട്ട് നമുക്ക് ആകാംക്ഷ വരുന്നുണ്ടായിരുന്നു. ഒരുപാട് ആകാംക്ഷയുണ്ട്. അതേപോലെ തന്നെ ഫീലിംഗ് ഭയങ്കര മനസ്സിൽ ഭയങ്കര ടച്ചായി. എല്ലാവരും ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ അടിപൊളി പടമാണ്. എല്ലാവരും വരിക, കാണുക. അത്രയും നല്ല പടമാണ്. അസാധ്യം ഇതുവരെ കണ്ടതിൽ വ്യത്യസ്തമായൊരു സമീപനം. മൊത്തത്തിൽ എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുടുംബസമേതം വന്ന് എല്ലാവരും കാണണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അത്രയും നല്ല പടം. അത്ര നല്ല എനിക്ക് മനസ്സിൽ ഉൾക്കൊള്ളി പോകും. അത്രയും ഇത് ഷോ കാണിക്കല്ല, ഒറിജിനാലിറ്റി വന്ന കണ്ണീരാണ്. വാപ്പ അതൊക്കെ ചെയ്തപ്പോ കൊച്ചി കണ്ണ് നിറഞ്ഞ് കരഞ്ഞില്ലെന്നേ ഉള്ളു. കരയാൻ അവിടെ അടുത്ത ആളിരുന്നുണ്ടാ കരയാൻ ഞാൻ പിടിച്ച് അല്ല. എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല സിനിമ. യങ്സ്റ്റേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയായിട്ട് ഇത് വന്നിരിക്കുകയാണ്. ഇത് യങ്സ്റ്റേഴ്സ് ഇടിച്ചിട്ട് കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 100 കോടി ക്ലബ്ബിൽ പോകാനും ചാൻസ് വരുന്നുണ്ട് ഈ പിക്ചർ. അത്ര ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ ഒരു പടം കണ്ടിട്ടില്ല. കാതലിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പടം മൂവിയായിട്ട് തോന്നുന്നതാ. ലവ് സ്റ്റോറി തന്നെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാ ജനറേഷനും കാണാൻ പറ്റും. കാണണം, എല്ലാവരും കാണണം. ചിരിപ്പിച്ചു തുടങ്ങി ലാസ്റ്റ് കരയിപ്പിക്കുന്ന ഒരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെ. അത് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ ഇൻസിഡൻസും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ആലപ്പുഴയുടെ മുക്കും മൂലയും ഉണ്ട് അതിനകത്ത്. ആലപ്പുഴയുടെ കൽബ് തന്നെ ഉണ്ട് അതിനകത്ത്. തീർച്ചയായിട്ടും ഇത് ആലപ്പുഴക്കാർ മാത്രമല്ല, ഫീലിംഗ് ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. നല്ലൊരു പ്രണയകഥ. സാധാരണ ഇപ്പോൾ ഉള്ളൊരു പൈങ്കിളി പ്രണയത്തിന് അപ്പുറത്തോട്ട് അത് തീർച്ചയായിട്ടും ക്ലൈമാക്സ് സീനാണ് ശരിക്കും ഇമോഷണൽ ആയതും. ഞാൻ നോക്കുമ്പോൾ എൻ്റെ റൈറ്റിൽ ലെഫ്റ്റിലിരുന്ന് രണ്ടുപേരെയും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് എനിക്കും അങ്ങ് ഇമോഷണലായിപ്പോയി. ആ സീൻ ടോപ്പ്. ഞാൻ പ്രതീക്ഷിച്ചതിലുപരി നല്ലതായിരുന്നു. അതിലും മേളിൽ പോയിട്ടുണ്ട്. അതിലും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. കുറച്ച് ഇമോഷണൽ കുറച്ച് കൂടുതലായിരുന്നു. ഇമോഷണൽ തന്നെ ആയിരുന്നു കൂടുതലും. പടം കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.